ഇവള് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി. ആര് പറഞ്ഞിട്ട്? എന്നോട് പറഞ്ഞു അമ്മ എന്തോ തേച്ചപ്പോ പറയുന്നില്ല. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, മാഷാല്ലാ. അപ്പൊ അതും ഞാനും ബാസിക്കാക്കിയും ജീവും കൂടി ഒപ്പരം ഇരുന്നിട്ട് നിങ്ങളോട് റിവീൽ ചെയ്യും. പഞ്ചസാര നോ, ഷുഗർ നോ. ജീവ ചിരിച്ചേ. അതെ, നമ്മൾ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ചുളിവ് വരാൻ പാടില്ല. നമ്മൾ മിണ്ടാതിരിക്കാം. ഇത് എത്ര ദിവസം തേക്കണം? ഐ മീൻ എത്ര മണിക്കൂർ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂബിൻ്റെ സ്കിൻ കെയർ എങ്ങനെയാണ്. അപ്പം ആ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഞാനും കുറച്ച് ദിവസമായിട്ട് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നല്ല, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് എന്നെ എന്താ പറയുക, നീ വിഷമിക്കണ്ട, നീ സാഡ് ആവരുത്, അങ്ങനെ എല്ലാവരും മെസ്സേജും കുറേ അമ്മമാർ കുറേ ആൾക്കാർ എവിടെ നിന്നൊക്കെ ബാസികാക്കനെ കോൾ ചെയ്തിട്ടോ ജൂബി ഓക്കെ ആണോ, എന്താ പറയുക, ഞാനൊരു ഫ്ലോയിൽ വീഡിയോ എടുക്കായിരുന്നു. അതിന്റെ കൂട്ടത്തിലേക്ക് താങ്കൾ എന്തിനാ തലയിട്ട് നോക്കുന്നത്? ബാപ്പിയും മോളും കൂടിയാ. ജീവുവിനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, ജീവു ഇപ്പൊ ഡൈപ്പറിലാണുള്ളത് ഗൈസ്. ഓക്കെ, ജീവുവിനുള്ള കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. ആ കഞ്ഞി മിക്കവാറും വേസ്റ്റ് ആവും. സെക്കൻഡ് റൗണ്ടാണ് ഇപ്പൊ കഴിക്കുന്നത്. തന്നെ ജീവാപ്പോ നമ്മളെ മീനിനെ മുറിക്കണ്ട നമുക്ക്. ജീവാപ്പോ ഈ ലാസ്റ്റ് വീഡിയോക്ക് ശേഷം കഞ്ഞിജീവ കഞ്ഞിപ്പുരാണ് ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു. ഇന്നെന്താ കഞ്ഞിക്ക് വേണ്ടത്? മീമി വേണോ? എന്താ വേണ്ടത്? പറയ്, മമ്മ ഉണ്ടാക്കി തരാം. പറയടി. മട്ടൻ ബിരിയാണി കഞ്ഞിന്റെ കൂടെ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും ഞാൻ. നോമ്പിന് കുറെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആ വ്ളോഗ് മൊത്തം ഷോപ്പിലായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറെ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി നോമ്പ് തുറന്റെ വീഡിയോ ഇടണം. എന്റെ ഉച്ചക്ക് ബാസികാക്കന്റെ കൂടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഞാനൊന്ന് പുറത്തു പോയതായിരുന്നു ബാസികാക്കന്റെ കളി കാണാൻ. ക്രിക്കറ്റ് ആണ്. അപ്പൊ മഞ്ഞുണ്ടെന്നാണ് തോന്നുന്നു. അല്ല കേട്ടോ, എനിക്ക് 2 ദിവസം മുന്നേ പനിയൊക്കെ ഉണ്ട്. പക്ഷെ ബാസികാക്ക നോക്കണേ ഇല്ല. എന്തിനും അങ്ങനെ ഒരു പറച്ചിലുണ്ട്, ദുഷ്ഫലനായ ഭർത്താവ്. അങ്ങനെ എന്താ പറയുക ബാസിക? ദുഷ്ടനായ ഭർത്താവ്. നിങ്ങൾ അതല്ല, അതുക്കും പോയിക്കോളി, ബാപ്പയും മോളും പോയിക്കോളി. ഇവിടെ കണ്ടോ ആ ഡോർ അടിച്ചോളൂ. ബൈ. അപ്പൊ ഞാൻ എവിടെയും പറഞ്ഞു നിർത്തിയത്, അങ്ങനെ കുറെ അമ്മമാര് കുറെ താത്തമാര് അങ്ങനെ എല്ലാവരും വിളിച്ചു. ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ സ്കിൻ കെയറിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു ജൂബിന്റെ മുഖത്ത് പിന്നെ പിമ്പിൾസ് വന്നോന്ന്. ഇത് പിമ്പിൾസ് അല്ല കേട്ടോ, കണ്ടാവോ? ഇത് പിമ്പിൾ അല്ല. 2 സൈഡും. ജീവുവിന്റെ എന്റെ ഡെലിവറി കഴിഞ്ഞു ഒരു 8ാം മാസമൊക്കെ ആയപ്പോഴാണ് പിമ്പിൾസ് പൊന്താൻ തുടങ്ങിയത്. ഭയങ്കര നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതുവരെ ഒരു പിമ്പിളും ഒന്നും ഇല്ലാത്തൊരു ജുബിയായിരുന്നു. അപ്പം ഇത് ഡെലിവറിക്ക് ശേഷം വന്നൊരു എനിക്ക് കിട്ടിയൊരു സമ്മാനമാണ്. അപ്പം അത് ഞാൻ മരുന്നോ കാര്യങ്ങളോ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് തന്നെത്താലെ പോയി. ആ ഒരു ഫർസൂൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പാണ് ഫർസൂൻ അത് ഉണ്ടായാൽ അത് എനിക്കുണ്ടാകും. അപ്പം പക്ഷെ ഫർസൂൻ്റെ കാലം അവള് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ടു. കാലൻ്റെ പിമ്പിൾസ് വന്ന് പോകുന്ന കാലൻ്റെ അതൊക്കെ മരുന്നോട് തേച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പണിക്ക് പോകാത്തത് കൊണ്ട് എൻ്റെ കല അവിടെ തന്നെ ഉണ്ട്. റെഡിലാണ് ഇവിടെ ഉള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്ക് ഒരു ഇത്താത്ത കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ കാലന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇത് മരുന്നാണ്, തേക്കുന്നതെല്ലാം കുടിച്ചാൽ മതിയെന്ന്. പക്ഷെ ഇത്താത്ത എനിക്കറിയില്ലല്ലോ
ഞാൻ അത് ഡോക്ടറെ പോലും കാണിക്കാത്തത്. അതാണ് അതാണ് നിന്നോട്ടെ വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ലാക്ടോകാലമ എന്ന് പറഞ്ഞ ഒരു ക്രീം ഉണ്ട്, അത് തേക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയമല്ല, ഞാൻ ഈ സിവു പാലുടിക്കുന്നതല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫേസിൽ തേച്ചാല് എന്താവും എന്തോന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ തേക്കാത്തത്. അതാണ് ഇങ്ങനെ നമ്മൾ പൗഡറൊക്കെ ഇടുമ്പോൾ അത് പോയിക്കോളും. പുറത്തിറങ്ങുമ്പോഴല്ലേ, വീട്ടിൽ നിന്ന് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത് കല മാത്രം കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡ് കളറാവും. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ കണ്ടല്ലേ എൻ്റെ ഫേസ് മൊത്തം റെഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എൻ്റെ സ്കിൻ കെയറിലേക്ക് പോവാണ്. അതിന് മുന്നേ എനിക്കൊരു ഹാപ്പി ന്യൂസ് ഞാൻ പറയുന്നില്ല, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. മാഷാല്ലാ. അപ്പൊ അതും ഞാനും ബാസിക്കാക്കിയും ജീവും കൂടി ഒപ്പരം ഇരുന്നിട്ട് നിങ്ങളോട് റിവീൽ ചെയ്യും ഇൻഷാല്ലാ. കുറച്ച് ദിവസം കൂടി ഒന്നൊന്നും സെറ്റ് ആവട്ടെ. ബാസിക്കാക്ക ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പം മാഷാല്ലാ നിങ്ങളെല്ലാവരും ആയിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റിവ്യൂസ്, അതായത് എല്ലാവരും നമ്മൾ ഒരു ദിവസം കൊണ്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോം ഡെലിവറിക്കാർക്കാണ് ഒരു 3-4 മാക്സിമം എടുക്കുന്നത്. പക്ഷെ എല്ലാവരും റിവ്യൂ അടിപൊളി മാഷാല്ലാ. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമ്മളെ പാർട്ടി വേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും നമ്മളെ ക്ലോത്ത് കാര്യങ്ങൾ അതിനുള്ള സ്റ്റോണൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം. അത് ഞങ്ങൾ പാർട്ടി വെയറിൻ്റെതാണെങ്കിൽ JBZ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും അതിൻ്റെ എല്ലാ കമൻസും നമ്മളിടും, സ്റ്റോറി ഒക്കെ ഇട്ടിട്ടു. അതേപോലെ തന്നെ വെസ്റ്റേൺ കളക്ഷൻസ് നമ്മൾ JBZ വെസ്റ്റേൺ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളെ വെസ്റ്റേൺ. അപ്പോൾ 2 അക്കൗണ്ടാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിലായിരിക്കും നമ്മൾ അപ്ഡേഷൻ. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ആയിട്ടിടും, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. മാഷാല്ലാ അൽഹംദുലില്ലാ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല റെസ്പോൺസാണ് എല്ലാവരും തരുന്നത്. അപ്പോൾ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്ന് നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. കാരണം 2 റൂം നിറച്ച് സാധനമാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോമ്പിന് നമുക്ക് ഇൻഷാല്ലാ അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും. പിന്നെ ബിറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ളതായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ക്വാളിറ്റിയും വേണം. അപ്പോൾ അങ്ങനത്തെ ബിറ്റ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്ന് നല്ലതായിട്ട് നമ്മൾ നോക്കും. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിറ്റ് കളക്ഷൻസ് കൊണ്ടുവരണമെന്ന്. അപ്പം നമ്മൾ അടുത്തത് ഇനി ബിറ്റ് കളക്ഷൻസ് നോക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അതൊക്കെ ലോ പ്രൈസിലായിരിക്കും നമ്മൾ തരിക. ഹെവി നമ്മൾ പാർട്ടി വേഴ്സിൽ കുറച്ച് അത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ളതായിരിക്കും. ബിറ്റിൽ നമ്മൾ നല്ല എന്താ പറയുക കോസ്റ്റ്ലി ആയിരിക്കും. അതേപോലെ തന്നെ പ്രൈസും കുറച്ചിട്ടായിരിക്കും കേട്ടോ. ഇൻഷാല്ലാ അത് നമ്മൾ കിട്ടിയാൽ നമ്മൾ എന്തായാലും അതൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ബിറ്റ് കളക്ഷൻസ് ഒക്കെ നോക്കുക. പിന്നെ എനിക്ക് പനിയോ സാധനം തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ട് കുറച്ച് ഇതുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മൾ സ്കിൻ കെയറിലേക്ക് പോവാം. ഓക്കെ, കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പം വീട്ടിലേക്ക് പോവാം. ഒക്കെ മൈൻഡ് പോയിക്കണേ, ഇവിടെ ഒന്നല്ല ഞാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാനെങ്ങനെ എൻ്റെ സ്കിൻ കെയറിനുള്ള പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ ആവശ്യം എനിക്കുണ്ടോ? എന്ത് ബസ്സിലാക്കാൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ദിവസമായിട്ട് തേക്കാറില്ലല്ലോ. ഇല്ല, പക്ഷെ തേക്കാൻ തന്നെ അത്യാവശ്യം സ്കിൻ വലിയ കുഴപ്പമില്ല. എന്താണ് ഇങ്ങനെ പറയാൻ നിൽക്കരുത്. നമുക്ക് ജിവാപ്പിന് തേക്കാം. ജിവാപ്പിന്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട് ഗൈസ്. എവിടെ എന്റെ കൂട്ടിന് അങ്ങനെ പറയാൻ നിൽക്കരുത്. തേച്ച പിമ്പിൾസ് വരുമല്ലോ. മക്കളെ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാ, ഇത് തേച്ചിട്ട് നിങ്ങളാരും ഇത് കണ്ട് തേക്കാൻ നിൽക്കരുത്. ഓരോരുത്തർക്കും ഓരോ സ്കിൻ. എല്ലാരും ചോദിച്ചപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇത് എനിക്ക് സ്ക്രബ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ലിപ്പിനും ഇതിനൊക്കെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പഞ്ചസാര ഇടാം. ഓക്കെ, എന്നിട്ട് നല്ലോണം ഫേസിൽ സ്ക്രബ് ചെയ്യാം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഇടാം കേട്ടോ. കാപ്പിപ്പൊടി ഇടാം. ഓക്കെ, ഇനി ഞാൻ ഫേസിൽ തേക്കുന്ന സാധനം കാണിച്ചുതരാം. തൈര്, ബീട്രൂട്ടിന്റെ സത്ത്. അതന്നെ. ഇത് തിന്നാണല്ലോ. പിന്നെ ഫുഡ് കഴിക്കാനുള്ളതല്ല. ഓക്കെ, കഞ്ഞി മമ്മ തരാം.
ഇത് കടലക്കപ്പൊടി. ഞാൻ വെച്ച് പാൽപ്പൊടിയാന്ന് എടുത്ത് തിന്നാൻ നിൽക്കുന്നു. ആ പഞ്ചസാര നോ ഷുഗർ നോ. ഇപ്പൊ തുടങ്ങി ചിരി. എങ്ങനെ ശിവ ചിരിച്ചാ? ചിരിച്ചേ അതേതാ അതെന്തത്? അതേതാ അത് പുതിയ സാധനമല്ല. ഓക്കെ ഞാൻ ആദ്യം ഒരു 3 സ്പൂണ് തൈര് നമുക്കിനി നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് 1 സ്പൂണോ നിങ്ങൾക്ക് കാൽമലും കൈക്കും ഫേസിലും ഒക്കെ തേക്കണതിന് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പൊ കുളിക്കണമെങ്കിൽ ഒരു ബക്കറ്റിൽ കലക്കണം അല്ലേ? എന്ത് ബാസികാക്ക, ഞാൻ ഒരു ഇത് പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ ഞാൻ കളിയാക്കാൻ വേണ്ടി കളിയാക്കി ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു നിങ്ങളെ ഞാൻ തേക്കും. എനിക്കെല്ലാം കൊണ്ടിട്ട് എടുക്കാൻ നിൽക്കണ്ടോ? എനിക്ക് വേണ്ടേ? ഞാൻ നിങ്ങളെ തേക്കും. 1 സ്പൂണ് ഓൾറെഡി വെളുത്തിട്ട് പാറിയിട്ടാണ്. നിങ്ങൾ വെളുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പൊടികളൊന്നും നമ്മളിങ്ങനെ വേണ്ടാത്ത ക്രീമും കാര്യങ്ങളും തേക്കാം. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാം. അതന്നെ അല്ല ഞാൻ മറ്റുള്ളവരോടാ പറഞ്ഞു, നിങ്ങളോടല്ല. അപ്പൊ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. അപ്പൊ പല്ലേക്കാം. അങ്ങനെയല്ല, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇവിടെ ഒരാൾ ഫേസ് മസാജ് ഇപ്പൊ തുടങ്ങും. ഹലോ എക്സ്ക്യൂസ് മീ, നമ്മളവിടെ വെക്കുക, അത് മമ്മന്റെതാണ്. ഓക്കെ, മറ്റേ മുട്ട കലക്കണ സാധനല്ലേ? മുട്ട കലക്കണ സാധനം മുട്ടയിൽ കലക്കാനുള്ളതല്ല, എല്ലാത്തിനും ഉപയോഗിക്കും. എന്താ പതി വരാത്ത ശിവാപ്പന് മുന്നേ കൂടെ നടക്കണ്ടിട്ട് എന്നാലും ശിവാപ്പ പോയിട്ട് അത് കുഞ്ഞാക്കുമ്പോ. ഇപ്പൊ കുഞ്ഞിവാപ്പോ നല്ല വിവരം വെച്ചിക്കണം. ശിവാപ്പോ അല്ലേ, മമ്മ മോളാണോള്. ഓക്കെ, നല്ല കണ്ടില്ല തിക്കായി. അപ്പൊ ഈ രൂപത്തിലാക്കാം. തിക്കായി നിങ്ങൾ കാണുന്നുണ്ടോ? കാണില്ലേ? തിക്കായി. ഓക്കെ, ഇതാണ്. ഇത് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ചുളിവ് വരും. ചുളിവ് വരാൻ പാടില്ല. നമ്മൾ മിണ്ടാതിരിക്കാം. ഇത് എത്ര ദിവസം തേക്കണം? ഐ മീൻ എത്ര മണിക്കൂർ? മണിക്കൂറൊന്നല്ല, 10 മിനിറ്റ് എങ്ങാനും ഉണ്ടാവുള്ളൂ. ഇത് 2 മണിക്കൂറെങ്കിലും തേക്കണം. അത്രയും നേരം എന്റെ വായ കൂടി കിട്ടുമല്ലോ. എല്ലാ ഭാര്യമാരും ഇത് ട്രൈ ചെയ്യണം എന്നാണ് എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹം. നിങ്ങൾ സ്ഥിരം തേച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. എനിക്ക് മനസ്സിലായി. ഞാൻ നാളെ തൊട്ട് ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, ഇത് രാവിലെ എണീറ്റിനോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ വൈകുന്നേരം വരെ അത് തേച്ച് ഇരിക്കണം, തൊള്ള പൊക്കരുത്. ഇവിടെ ഒരാള് പഞ്ചാര കൊണ്ട് പുതിയ ഐറ്റം ഇതാണ് മക്കളുള്ള. സത്യം പറയാലോ, മക്കളൊക്കെ ആയ ഉമ്മമാർ ചിലപ്പോ അതിന് മുന്നേ ഭയങ്കര നമ്മളെ സ്കിന്നൊക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും. ഞാനും അതേപോലെ തന്നെ ഒരാളായിരുന്നു. കുട്ടിയായപ്പോ അതൊന്നുമില്ല. കാരണം ഇപ്പൊ മാസത്തിലൊരിക്കലായി. ഇതുപോലെ മക്കളെടുത്ത് മമ്മ ചിരിച്ച മമ്മന്റെ കഴിഞ്ഞു. ഇത് മമ്മ ഫേസ് തേക്കാണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് ഭയങ്കര ചുളിവ് വരും. എന്നിട്ട് അത് നല്ല തണുത്ത വെള്ളത്തിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഒന്ന് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ക്രീമോ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇത് ഞാനിങ്ങനെ ടെസ്റ്റ് കാണിച്ചതാണ്. പിന്നെ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ബസ്സൊക്കെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആണോടാ? അപ്പൊ ഗൈസ്, ഞാൻ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെ തക്കാളി ആൻഡ് പഞ്ചസാര. ഓക്കെ, ഇത് ലിപ്പിന് നല്ലോണം ഡ്രൈ നമ്മൾ സ്ക്രബ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ നിൽക്കണം കേട്ടോ. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട്.
നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തു. ഇനി അതൊന്ന് തുടച്ചളയാം. ഓക്കെ, ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മുഖമൊക്കെ കഴുകിട്ടോ, മുഖമൊക്കെ കഴുകി. ഓക്കെ, നല്ലൊരു എന്താ പറയുക, ഉണ്ടോ ചെറിയൊരു ഗ്ലേസിങ് കിട്ടും നമുക്ക്. നല്ലോണം സ്ക്രബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പാക്കിടാം. ഓക്കെ, നമുക്ക് പിന്നെ ഈ പാക്ക് തന്നെ ആവണമെന്നില്ല. നമുക്ക് കുറച്ച് കോഫി പൗഡറും അതിലേക്ക് തേനൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലിടാം. അപ്പുറത്ത് ബാപ്പി മോളും നല്ല അടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യട്ടെ. നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇത് കുറേ കളറ് ഓവർ ആവണമെങ്കിൽ ബീട്രൂട്ട് കുറേ എടുക്കാം കേട്ടോ, യൂസ് ചെയ്യാം. സത്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പാക്കൊക്കെ ഇട്ടിരിക്കുമ്പോഴേക്ക് നമ്മളെ വീട്ടിൽ വിരുന്നാർ വരാം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഗൈസ്. ഞാൻ ഏത് സമയത്ത് എന്ത് ചെയ്യണോ അപ്പോഴൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വരും. കഴുത്തിലൊക്കെ തേക്കണം കേട്ടോ. നമ്മൾ ഫേസിൽ മാത്രം തേച്ചാൽ കാര്യം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് കഴുത്തിലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്നാലേ നമുക്ക് കഴുത്തും നമ്മളെ ഫേസുമായിട്ടുള്ള കളർ സെറ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഉറക്കവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഉറങ്ങാൻ നോക്കുക. ആരാ പറയണേ? ഞാനാ പറയുന്നത്. അപ്പം നമുക്ക് ഇനി കഴുത്തിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു അല്ല ഞാൻ സംസാരിക്കണില്ല. ഇനി മുതൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കണട്ടെ ഗൈസ്. ഇത് ഉണങ്ങാൻ പോകണം. മക്കളെ ഇങ്ങനെ നടന്നത് ഊരണ്ട കേട്ടാ, നല്ല രസമുണ്ട്. എന്തേ ഇങ്ങക്ക് ചിരിക്കാണ്ടാ? ചിരിക്കണ? ഇനി ചിരിക്കുക നിങ്ങള്? അനക്കെന്തീ പറയാണ്ടോ? എന്തീ പറയാണ്ടാ? എന്ത് നിങ്ങൾ രണ്ടാളും നീ ചിരിക്കുവോ? മമ്മനെ കളിയാക്കി ചിരിക്കുവോ? മമ്മനെ കളിയാക്കി ചിരിക്കുവോ? ഈ ചിരിക്കുവോ? ഇവിടെ രണ്ടാളും ഒച്ച ഇവിടെ കേക്കരുത്. ആ ഓക്കെ, ആള് കുത്തിരുന്നു കേട്ടോ. എന്തോർക്കനെ കേട്ടില്ല. എന്താണ് നീ മമ്മനെ കളിയാക്കോ? ആ സന്തോഷായില്ലേ? എങ്ങനെയുണ്ട്? ഒട്ടുന്നു മുണ്ടെടുത്ത് അവിടെ കിട്ടിട്ടാ. ആര് പറഞ്ഞിട്ട്? എന്നോട് പറഞ്ഞു അമ്മ എന്തോ തേച്ചപ്പോ. ഇജ്ജ് പറഞ്ഞുകൊടുക്കോ? നീ പറഞ്ഞുകൊടുക്കോ? അപ്പൊ ഗൈസ് എന്റെ ഫേസ് ഒക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പോയിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ ഗൈസ് ഞാൻ അങ്ങനെ ഫേസ് ഒക്കെ കഴുകി ക്ലീൻ ആക്കി നല്ലൊരു സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ക്രീം ഇട്ട് തേക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ കണ്ടോ? എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം എൻ്റെ സ്കിൻ കെയർ അപ്പം മാക്സിമം അല്ല
പറ്റുന്നവർ ട്രൈ ചെയ്യുക. നല്ല റിസൾട്ടാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ തേച്ചാൽ മതി. നൈറ്റിൽ വരുന്നവരാണെങ്കിൽ നൈറ്റിൽ തേച്ചാൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഓക്കെ, നല്ല 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 സ്കിന്നാവുന്നു. നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. സോ എനിക്ക് റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഇനിയും നമ്മളെ കയ്യിൽ കാലിലുള്ളതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഓരോന്ന്. ഓക്കെ, ഇനി നിങ്ങൾ പറയാം ഞാനിനി എന്തൊക്കെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഓക്കെ, അപ്പോൾ ബായ്. എനിക്കും ബാസികാക്കും സിബുമോൾക്കും വേണ്ടിയിട്ട്, ഞങ്ങളെ കുഞ്ഞു ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാ. ഓക്കെ, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.